കേരളം പുലമ്പുകയാണല്ലോ. ശ്രീ സണ്ണിയം കബിക്കാട്, കേരളത്തിന് എന്തിനാണ് ഈ രണ്ട് മന്ത്രിമാർ എന്നൊരു ചോദ്യമല്ലേ ഉയരുന്നത്? ഒന്ന്, പിന്നാക്കം നടക്കാൻ ആവശ്യപ്പെടുന്ന ഒരു മന്ത്രി; രണ്ട്, പിന്നാക്കാവസ്ഥയിലേക്ക് പോകാൻ ആവശ്യപ്പെടുന്ന ഒരു മന്ത്രി; പിന്നാക്കം പോയാൽ എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് പറയുന്ന മറ്റൊരു മന്ത്രി. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് സഹമന്ത്രിമാർ കേരളത്തിന് എന്ത് സംഭാവനയാണ് ഇനി നൽകാൻ പോകുന്നത്? കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ പരിപൂർണമായി അവഗണിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് സപ്പോർട്ട് കൊടുക്കുന്ന പ്രസ്താവനകളാണ് ഈ രണ്ട് മന്ത്രിമാരിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് മന്ത്രിമാരെന്നൊക്കെ പറയും നമ്മൾ വലിയ കാര്യങ്ങൾ കാണേണ്ടതില്ല. മന്ത്രിസഭയിൽ പങ്കെടുക്കാൻ യോഗ്യതയുള്ളവരല്ല രണ്ട് മന്ത്രിമാരും, സഹമന്ത്രിമാരാണ്. സ്വതന്ത്രമായ ഏതെങ്കിലും ചുമതലയുള്ളവരുമല്ല. ഇതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അത് പോകട്ടെ. അതുകൊണ്ട് ഇവർ ഇപ്പോഴത്തെ സ്ഥിതിയിൽ കേരളത്തിൻ്റെ അവകാശപ്പെട്ട ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് കേരള സംസ്ഥാനത്ത് അവകാശപ്പെട്ട കാര്യങ്ങൾ ഉന്നയിക്കാൻ ഇവർക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം അവർ ഒഴിഞ്ഞു മാറുന്നത് ഒരിക്കലും ശരിയായൊരു കാര്യമല്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടതോ സവർണ ഹെയ്റ്റ് ക്യാമ്പയിൻ, ഇതൊക്കെ പുതിയ വാക്കുകളാണ് കേട്ടോ. അത് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അത് ഇവിടെ ഒരു സവർണ ഹെയ്റ്റ് ക്യാമ്പയിൻ ഇവിടെ നടന്നിട്ടില്ല. വളരെ വ്യക്തമായി ഭരണഘടനയുടെയും ജനാധിപത്യത്തിൻ്റെയും ഭാഷയിലാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഏതെങ്കിലും വ്യക്തിയുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങളിലൂടെ അല്ല ഇന്ത്യയിലെ ഒരു ജനതയും മുന്നോട്ട് പോകേണ്ടത്. അത് ഇന്ത്യൻ ഭരണഘടന വ്യക്തമായും പറഞ്ഞിട്ടുണ്ട്. അതിന് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്, നിയമങ്ങളുണ്ട്. അത് നടപ്പിലാക്കുക എന്നാണ് പ്രധാനം. ഇനി സുരേഷ് ഗോപിയുടെ താല്പര്യങ്ങൾ സംശുദ്ധമാണെങ്കിൽ തന്നെ ഉന്നത കുലജാതർ എന്ന വാക്കുപയോഗിക്കുന്നതിലൂടെ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് പുറത്തു വന്നിരിക്കുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇത് പറയുമ്പോൾ ബ്രാഹ്മണരെല്ലാം കുറ്റവാളികളാണോ, നായിഡു കുറ്റവാളിയാണോ എന്നൊക്കെ ചോദിക്കുന്ന വിഡ്ഢിത്തപൂർണമായ പ്രതികരണമല്ല വേണ്ടത്. അങ്ങനെ ആരും പറയുന്നില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒത്തിരി ബ്രാഹ്മണർ ഇടപെട്ടിട്ടുണ്ട്. ഇല്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? അതൊന്നും ആരും പറയുന്നില്ല. പക്ഷെ അവർ മാത്രമാണ്, അവരാണ് ഇതിൻ്റെ എല്ലാ ഉപജ്ഞാതാക്കൾ എന്നുള്ള വാദം അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ രാഹുൽ ഈശ്വർ എപ്പോഴും എല്ലാ ചർച്ചയിലും പറയുന്നൊരു കാര്യം, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ അതുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്യുകയാണ്. അത് വ്യക്തിപരമായ അദ്ദേഹത്തിന് അത് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ താങ്കളുടെ പ്രായശ്ചിത്തം പൂർണ്ണമാകുന്നത് വരെ ആദിവാസിക്കോ ദളിതർക്കോ കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്നൊരു യാഥാർത്ഥ്യം താങ്കൾ മനസ്സിലാക്കണം. ഇത് അവരുടെ അവകാശ പ്രശ്നമാണ്, മറ്റൊരാളുടെ പ്രായശ്ചിത്തത്തിൻ്റെ പ്രശ്നമല്ല. അത് താങ്കളുടെ വ്യക്തിപരമായ കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഇതിലേക്ക് യഥാർത്ഥത്തിൽ കൂട്ടിച്ചേർക്കേണ്ടാത്ത കുറേ കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക. കേരളത്തിൽ നവോത്ഥാനം എന്ന് പറയുന്നത് എല്ലാവരും കൂടി നടത്തി അവരെല്ലാം ദൈവങ്ങളാണെന്ന് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെയല്ല, നമ്മൾ കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടു കൂടി കാര്യം ഇവിടെ സൂചിപ്പിച്ചു. അത് ദിനു ഇവിടെ സൂചിപ്പിച്ചു. വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടി കാര്യങ്ങളെ കാണണം. അതുകൊണ്ട് ഇതിനകത്ത് എനിക്ക് പറയാനുള്ള കാര്യം, സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ ഒരു കേന്ദ്രമന്ത്രി എന്ന നിലക്ക്, ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ കേന്ദ്രമന്ത്രി എന്ന നിലത്ത് പുലർത്തേണ്ട ജനാധിപത്യ മര്യാദയും ജനാധിപത്യ മൂല്യബോധവും ജനാധിപത്യത്തിൻ്റെ അന്തസത്തയും നിഷേധിക്കുന്ന പ്രസ്താവനയാണ് നടത്തിയത്. ഇത് ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കണമെന്നുള്ള ആവശ്യം പോലും ഉയർന്നു വരുന്നത്. അത് മനസ്സിലാക്കാൻ നമുക്കെന്താണ്, ഈ പൗരസമൂഹത്തിന് എന്താണ് കഴിയാത്തത്? പൗരസമൂഹത്തിന് അത് കഴിയണ്ടേ? അദ്ദേഹം പറയുന്നത് ശരിയല്ല എന്ന് അത് പറയുന്നതിലൂടെ കേരളത്തിലെ സവർണർ മുഴുവൻ കുഴപ്പക്കാരാണെന്ന് ഇവർ പറയുന്നു എന്ന് നിങ്ങൾ തന്നെ വാവിട്ട് നിലവിളിക്കുന്നത്. അതാണോ ഇവിടെ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞില്ലല്ലോ ആരും. എല്ലാവരും പറയുന്നത് എന്താണ്, ഈ പ്രസ്താവനയിൽ അപകടകരമായ ഭരണഘടനാ വിരുദ്ധമായ ഉള്ളടക്കമുണ്ട് എന്നാണ് പറയുന്നത്. അതല്ലെന്ന് നിങ്ങൾ പറ. അതല്ലാതെ വേറെ കാര്യം പറയരുത്, വേറെ കാര്യം പറഞ്ഞ് നടക്കരുത്. സവർണ ജാഥ നടത്തിയത് നായരാണെന്നൊക്കെ പറഞ്ഞ് ഇതിന് ഓട്ടയടയ്ക്കുന്ന ആ പരിപാടി രാഹുൽ നിർത്തണം. ഇതിന് വ്യക്തമായി കൃത്യമായി ഉത്തരവുണ്ടെങ്കിൽ പറയുന്നത് കേൾക്കുന്ന ജനങ്ങൾക്കത് ഗുണം ചെയ്യും. അതാ ഞാൻ പറയുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.